पद्म भूषण उदित नारायण और उनकी धर्मपत्नी दीपा जी एपिसोड के സോണി ടി വിയിലെ സൂപ്പർ സ്റ്റാർ സിംഗർ. ഈ പരിപാടി മലയാളികൾക്ക് സുപരിചിതമാണ്. ടോപ്പ് സിംഗറിൻ്റെ ആരാധകർക്ക് ഏറെ ഇഷ്ടമുള്ള ഋതുരാജ് തകർത്താടിയ അതേ വേദി. ഈ വേദി ഇപ്പോൾ കീഴടക്കിയിരിക്കുന്നത് ആവിർഭവ് എന്ന ബാബുക്കുട്ടനാണ്. സൂപ്പർ സ്റ്റാർ സിംഗർ 3യിലെ താരമാവുകയാണ് ഈ കൊച്ചുമിടുക്കൻ. ടോപ്പ് സിംഗർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗായകൻ. ഈ ആഴ്ചയിലെ ഉദിത് നാരായണൻ സ്പെഷ്യൽ എപ്പിസോഡിൽ തകർപ്പൻ പ്രകടനമാണ് ഈ കൊച്ചുമിടുക്കൻ കാഴ്ചവെച്ചത്. തൻ്റെ അതിമനോഹരമായ ആലാപന മികവിലൂടെയും കുസൃതി നിറഞ്ഞ സംസാരത്തിലൂടെയും ടോപ്പ് സിംഗർ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന കലാകാരൻ ബാബുക്കുട്ടൻ എന്ന ആവിർഭവ. ടോപ്പ് സിംഗറിൽ വെച്ചാണ് ആവിർഭവന് ബാബുക്കുട്ടൻ എന്ന പേരും ലഭിച്ചത്. മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തി തൻ്റെ തകർപ്പൻ പെർഫോമൻസ് കൊണ്ട് ഹിന്ദി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. ആവിർഭവ് അവിടെ ഉണ്ടാക്കുന്ന ഓളം ചെറുതൊന്നുമല്ല. ഋതുരാജും സീസൺ 2-ൽ തൻ്റെ പെർഫോമൻസ് കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു. ഇപ്പോൾ അതേ വേദിയിൽ തകർത്താടുകയാണ് ഈ കൊച്ചു കലാകാരൻ. ഒരു തെല്ലും ഭയമില്ലാതെ ഹിന്ദി സംസാരിക്കാൻ പോലും അറിയാത്ത ആവിർഭവ അത് പഠിച്ചെടുക്കുകയും മനോഹരമായ ഗാനം ആലപിക്കുകയും ചെയ്യുകയാണ്. താനിരിക്കുന്ന കസേരയിൽ ചാടിക്കയറി എഴുന്നേറ്റ് നിന്നാണ് ആവിർഭവിനെ അഭിനന്ദിച്ചത് ജഡ്ജസ് എല്ലാവരും തന്നെ. താൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഈ സ്റ്റേജിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു നേഹ മാമും അത് ചെയ്തത്. ഈ സീസണിലെ ഏറ്റവും വലിയ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. ആവിർഭവിനെ എടുത്തുയർത്തുന്നതും അഭിനന്ദിക്കുന്നതും കണ്ട് അമ്മയ്ക്കും ചേച്ചിക്കും കണ്ണുനീരടക്കാനായില്ല. വളരെ ചെറുതിലെ തന്നെ CTVയിൽ വന്ന താരമായ കുട്ടിത്താരമായിരുന്നു ആവിർഭവ. ആവിർഭവിന്റെ ചേച്ചിയും അതിമനോഹരമായ ഗാനം ആലപിക്കുന്ന കൊച്ചുമിടുക്കി തന്നെയാണ്. ചേച്ചിയോടൊപ്പം വളരെ ചെറുതിലെ തന്നെ വൈറലായ താരമാണ് ബാബുക്കുട്ടൻ. ഹം ദിൽ ദേ ചുക്കേ സനം എന്ന സിനിമയിലെ ചാന്ത് ചുപ്പ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനമായിരുന്നു ആവിർഭവ ആലപിച്ചത്. ഇസ്മയിൽ സാറിൻ്റെ സംഗീതത്തിൽ മെഹബൂബിൻ്റെ വരികൾക്ക് ഉദിത് നാരായണൻ, അൽക്ക യഗ്നിക് എന്നിവർ ചേർന്ന് ആലപിച്ച മനോഹരമായ ഗാനമാണിത്. ഉദിത്ജിയെക്കാട്ടിലും നന്നായി ഈ ഗാനം പാടിയെന്നാണ് ഉദിത്ജിയുടെ വൈഫ് അഭിപ്രായപ്പെട്ടത്. ഏവരും അഭിനന്ദനങ്ങൾ കൊണ്ട് ആവിർഭവിനെ മൂടി എന്ന് തന്നെ പറയാം. अभी तक सुपरस्टार सिंगर पर मैंने ऐसा नहीं किया है. സംഗീതപ്രേമികളുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ പരിപാടിയാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടുവേദിയിലെ കൊച്ചു ഗായകർ അനുഭവസ്ഥരായ ഗായകർ ആലപിക്കുന്നത് പോലെ പാട്ടുപാടി പ്രേക്ഷകരുടെയും വിധികർത്താക്കളുടെയും കയ്യടി ഏറ്റുവാങ്ങുന്നത് വേദിയിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. ആവിർഭവിനെ കൂടാതെ വൈഷ്ണവി, ദേവനശ്രിയ, മിയ എന്നിവരും ഈ ഷോയുടെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വൈഷ്ണവിയും മിയയും തങ്ങളുടെ വ്യക്തിപരമായ കാരണത്താൽ ഷോയിൽ നിന്നും പിൻവാങ്ങിയിരിക്കുകയാണ്. മലയാളികളുടെ പ്രിയ പാട്ടുവേദിയിലൂടെ പിന്നണി ഗാനരംഗത്തേക്കും ചുവടുവെച്ച ഗായകർ ഏറെയാണ്. അവിശ്വസനീയമായ രീതിയിലാണ് ടോപ്പ് സിംഗറിലെ പല ഗായകരും വേദിയുടെയും പ്രേക്ഷകരുടെയും മനസ്സ് കവരാറുള്ളത്. തൻ്റെ അമ്പരപ്പിക്കുന്ന പ്രകടനങ്ങൾ കൊണ്ട് ഏവരെയും ഞെട്ടിച്ച ആവിർഭവ അതിനുശേഷം ഉദിത്ജിയുടെ കൂടെ ഒരു ഗാനം ആലപിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും അടിപൊളി ഗാനം ആലപിക്കുകയും ചെയ്തു. ഓരോ ആഴ്ചയിലും ആവിർഭവിന്റെ പെർഫോമൻസുകൾക്കായി കാത്തിരിക്കുന്ന ഒരു വലിയ ജനാവലി തന്നെയാണുള്ളത്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഗായകൻ തന്നെയാണ് ആവിർഭവ് ഇപ്പോൾ അവിടെ.
ഇതുപോലുള്ള നല്ല പെർഫോമൻസുകൾ ആവിർഭവിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. കൂടാതെ ആവിർഭവിന് വോട്ട് ചെയ്യാനും മറക്കരുത്.